ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ എലീശ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ മരിച്ചുപോയതായിട്ട് നമുക്ക് കാണാം. ഈ മരിച്ചുപോയ ശിഷ്യന്റെ ഭാര്യ എലീശ പ്രവാചകന്റെ അടുത്ത് വന്ന് പറയുകയാണ്, നിന്റെ ദാസനായ ഈ സഹോദരിയുടെ ഭർത്താവ്, ആ പുള്ളിക്കാരിയുടെ ഭർത്താവ് മരിച്ചുപോയി. പുള്ളിക്കാരൻ ഒരു യഹോവ ഭക്തനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇപ്പൊ കടക്കാർ വന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നെന്ന് ഈ എലീശയോട് പറഞ്ഞപ്പോൾ എലീശ ചോദിച്ചു, നിനക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ? നിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഭരണി എണ്ണയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എണ്ണ മറ്റു അയൽവാസികളുടെ കയ്യിൽ നിന്നെല്ലാം വെറും പാത്രങ്ങൾ മേടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ എണ്ണ അതിലേക്ക് പകർന്നു വെക്കുവാൻ പറഞ്ഞു. ഈ സഹോദരി അതുപോലെ തന്നെ വെറും പാത്രങ്ങൾ മേടിച്ചു, എണ്ണ പകർന്നു, എണ്ണ നിറച്ച് പാത്രങ്ങളെല്ലാം എണ്ണ നിറച്ച് കിട്ടി. അപ്പൊ ദേവദാസൻ പറഞ്ഞു, ഈ എണ്ണ കൊണ്ട് നീ കടവും വീട്ടി നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം പ്രയാസം വന്നു കഴിഞ്ഞപ്പം ഓടിച്ചെന്ന് നിലവിളിക്കുന്നതായിട്ട് കാണാം ഈ ദേവദാസന്റെ അടുത്ത്. ഈ ദേവദാസൻ എണ്ണ പകർന്ന് വേറെ പാത്രങ്ങളിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുപോലെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അവിടെ ഒരു ചോദ്യം ചോദിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ ഇനി പാത്രങ്ങൾ വെറും പാത്രം മേടിച്ച് ഞാൻ ആകപ്പാടെ ഉള്ള ഒരു ഭരണി എണ്ണയാണ്, അത് ഞാൻ ഒഴിച്ച് കളയണോ, ഇത് നടക്കുവോ, അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ദേവദാസൻ പറഞ്ഞപ്പോൾ അത് ഓടിപ്പോയി അനുസരിച്ചു. അത് അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് ഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിലോട്ട് നമ്മൾ നിലവിളിക്കുന്നുണ്ടോ? ദൈവം നമ്മളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അത് അനുസരിക്കുന്നുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം നമ്മളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അത് അനുസരിക്കാം. അങ്ങനെ അനുസരിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് നന്മയ്ക്കായി തീരും. ഇവിടെ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ കടം തീർന്നതുപോലെ, ആശ്വാസം വന്നതുപോലെ നമ്മുടെ വിഷയത്തിലും ഒരു വിടുതൽ വരും. നമുക്ക് ദൈവത്തെ അനുസരിക്കാം. ദൈവം ചിലത് നമ്മളോട് പറയുമ്പം അത് നമുക്ക് അനുസരിക്കാം. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.